ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ്. അപ്പോൾ ഇടിച്ചക്ക കൊണ്ടുവന്ന് ഞാനതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുള്ള് മുള്ളെല്ലാം ചെത്തി അതിൻ്റെ കൂഞ്ഞെല്ലാം കട്ടിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം ചെത്തി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ പൊടി അഴുക്കൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് ഒരു വിസിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമായ തേങ്ങ, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി വെക്കാം. ഇനി വേവിച്ച് വെച്ച ചക്ക നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പാത്രത്തിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾ മിക്സിയിൽ ചതച്ചെടുക്കാം, പിന്നെ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കാം. എനിക്ക് ഒരു ചെറിയ ഇടികളുണ്ടായിരുന്നു, അത് ഞാൻ ആ പാത്രത്തിൽ വെച്ച് ഇടിച്ചെടുക്കുകയാണ്. ഒരു കുഞ്ഞ് ഇടികല്ലായിരുന്നു കേട്ടോ, അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിനകത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് വറുക്കാനുള്ളത് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളതിനെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഈ കടുക് വറുത്തതെല്ലാം എല്ലാ വശങ്ങളിലേക്കും പിടിക്കണ്ടായി. അപ്പോൾ അതിനുവേണ്ടി നമ്മളത് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റി എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അതിൻ്റെ ആവിയിലൊന്ന് വേവിച്ചെടുക്കണ്ടേ. അപ്പം നന്നായിട്ട് ഇളക്കി ആവിയിൽ വേവിച്ചെടുത്ത തോരനാണ്. തോരൻ റെഡിയായി. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.